ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളൊക്കെ തമ്പനയിൽ കണ്ട പോലെ ഒരു 3 പീഡിയ റൂം, അതായത് 2-3 നിലയുള്ള റൂം ഭയങ്കര ഒരു സംഭവമാക്കി മാറ്റിയേക്കാണ്. അതായത് ഇൻഡസ്ട്രിയൽ പണിയിൽ എന്തൊക്കെ ഉപയോഗിക്കാണ്ടോ അതിൻ്റെ ഫുൾ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭയങ്കര സെറ്റപ്പിൽ ഈ റോഡ് കൂടെ, അതായത് ഇതുള്ള സ്ഥലം കാവനൂർ പൂക്കോട് ചോല റോഡിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ഇത് കണ്ട് ഡെയിലി പോവുക. അപ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു പുതുമ മനസ്സിലായത്. അങ്ങനെയാണ് ഇത് വീഡിയോ എടുക്കാനുണ്ടായ കാരണം ഉണ്ടായത്. അപ്പോൾ അത് പണിയെടുത്ത് സെറ്റപ്പിലാക്കിയ അതിൻ്റെ പണിക്കാരൻ, വെൽഡിങ്ങിൻ്റെ പണി എടുക്കണ എഞ്ചിനീയർ എന്ന് തന്നെ പറയാം. കാരണം ആ കോലത്തിലാണ് ഇതിൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചത്. അയാൾ നമ്മളൊപ്പം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മൂപ്പര് നമുക്ക് പറഞ്ഞുതരും. ഇതിൻ്റെ ബാക്കിൽ ആണ് ഇതിൻ്റെ സംഭവങ്ങളുള്ളത്. മൂപ്പര നമ്പർ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണണം, എന്നെങ്കിലേ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. സംഭവം പഠിക്കേണ്ട ഒരുപാട് സംഗതികൾ ഇതിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളാൾ കേട്ടോ, കരീമാക്ക. കാവനൂര് ഉള്ള കരീമാക്ക ഇൻഡസ്ട്രിയൽ പണിയിൽ ഒരുപാട് കാലത്തെ പരിചയമുണ്ട്. ഒരുപാട് ബിൽഡിങ്ങുകൾ കാവനൂരും പരിസരത്തുമായിട്ട് ഒരുപാട് ജില്ല വിട്ടിട്ടും ഒക്കെ ഒരുപാട് പണിയെടുത്ത ആളാണ്. അപ്പം ഈ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഇതിന് നിങ്ങൾക്ക് എത്ര ദിവസത്തെ പണിയായത്? പണി ഏകദേശം 2 മാസത്തിലേറെ പണിയായിട്ടുണ്ട്. 2 മാസത്തെ പണിയായി മൊത്തം. പിന്നെ ആൾക്കാരെ പണി ഒരു ദിവസം 5 ആളോ 4-5 ആളൊക്കെ ഉണ്ടാവും. 4-5. അതായത് ഭയങ്കര ചൂടത്തായിട്ട് ഈ പണിയെടുത്ത മുമ്പ് നല്ല ചൂടും സഹിച്ചാണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെറ്റീരിയലൊക്കെ കാവനൂർ തന്നെയാണ്. കാവനൂർ നമ്മളെ പരിസരത്ത് ഉള്ള പാറമ്പലൊക്കെ സ്ഥലം തന്നെയാണ്. ഒക്കെ ഇവിടെ തന്നെ എടുത്തൊക്കെ നല്ല പിന്നെ ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ഒക്കെ ഉപയോഗിച്ചത്. പിന്നെ പട്ടിക, അതായത് സൈഡിൽ കൊടുത്ത സാധനങ്ങളില്ലേ പട്ടികയായിട്ട് കൊടുക്കണം, അതെത്ര? അത് പിന്നെ 1.5 പൈപ്പാണ്. 16 കേജിന്റെ പൈപ്പ്. 16 kg ഒക്കെ മറ്റേ നല്ല കനമുള്ള സാധനങ്ങൾ. അത് കാലാകാലം നിൽക്കാനുള്ള പോലത്തെയുള്ള ഇതന്നെ. പിന്നെ ഇതിന്റെ മുകളിൽ വരുന്ന സാധനം ഉണ്ടല്ലോ, അതായത് വെള്ളവും മുകളിൽ നമ്മളെ റൂഫ്, അതല്ലല്ലോ ഇതിന്റെ സൈഡിൽ വന്ന്. അത് പിന്നെ ലൈനർ സീറ്റ് അറിയാന്. ലൈനർ സീറ്റ് കൊണ്ടാണ് അതിന്റെ വാള് ഫുള്ളായിട്ട്, അത് 3 നേരം ഒന്നായിട്ട് ഫുള്ള് മറച്ചിട്ടാണ്. പടവില്ല, ഫുള്ളായിട്ട് പിന്നെ പൈപ്പ് അടിച്ചുകൊണ്ട് ലൈനർ സീറ്റ്. അത് ഇതിന്റെ ഉള്ളിൽ നമ്മൾ വീഡിയോയിൽ ഉണ്ടിട്ട്, ആ വീഡിയോ കാണുമ്പോഴേക്ക് മനസ്സിലുള്ളൂ. ആ സീറ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ. അപ്പം പിന്നെ എത്ര ലക്ഷം ചെലവ് വരും ഇതിന് ഏകദേശം ഒരു സുമാറ്? നിങ്ങളൊരു ഒരു 10-30 ലക്ഷം റുപ്യ ആവും ഏകദേശം. അതായത് ഒരു ബിൽഡിങ്ങിന്. പിന്നെ അതിലിപ്പോൾ ചോരില്ല, ചുമരില്ലാത്ത കോലത്തിലാണ് ഇത് ഉണ്ടാക്കിയത്. പിന്നെ 8 ഇഞ്ചാണ് വലിച്ചിട്ട് ഫ്രെയിം അടിച്ചിട്ട് ആണല്ലോ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ എത്രത്തോളം അതിൻ്റെ ഉറപ്പ് വരാതെ സാധനം സൈഡിൽ വെക്കുമ്പോഴും ആ ഫ്രെയിം താങ്ങൂലേ അതിൻ്റെ? ഇല്ലല്ല, ആവുന്നില്ല. നല്ല ദമ്മുള്ള സാധനം തന്നെ കൊടുത്തു. നല്ല പിന്നെ ബാക്കിലൊക്കെ നമ്മൾ ബോർഡ് അടിച്ചൊക്കെ നല്ല 6 ഇഞ്ചിന്റെ ചാനൽ കൊടുത്തുകൊണ്ടാണ്. അപ്പൊ ലിഫ്റ്റ് ഒക്കെ ഉണ്ട് ഇതിന്. ലിഫ്റ്റ് വരാനുണ്ട്. അപ്പൊ നിങ്ങളെ മൊബൈൽ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കുക ആൾക്കാർക്ക്. മൊബൈൽ നമ്പർ 97 45 97 0388. കരീമെന്ന പേര്. കാവനൂരാണ്. കാവനൂർ ഓട് അന്വേഷിച്ചാലും നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഒരുപാട് പണിയെടുത്ത എക്സ്പീരിയൻസ് ഉള്ള ആളാട്ടോ. ആ കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ നിങ്ങളുടെ വീട് സംബന്ധമായി ഏത് വർക്ക് ഉണ്ടെങ്കിലും നമ്മൾ വീടാകട്ടെ, റൂഫിന്റെ പണികൾ, അതേമാതിരി ഇതേപോലത്തെ ബിൽഡിങ്ങിന്റെ പണികൾ, എന്ത് പണിയാണെങ്കിലും ഇവരായിട്ട് ബന്ധപ്പെട്ടാൽ നമ്പർ അതിലുണ്ട്. ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നും പറയുമ്പോൾ തന്നെ വാടിയൊക്കെ ചെയ്താണ്ട് രസപ്പെടുത്തി തരിക. ഇതാണ് കേട്ടോ നമ്മൾ മേൽ പറഞ്ഞ 6 റൂം അറിയണത്. അടിയിൽ 3 റൂമും മുകളിൽ 3 റൂമും. ഈ ബിൽഡിംഗ് ആണ് വലിയ വമ്പർ സംഭവമാക്കി മാറ്റിയത്. എല്ലാവരും കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കാവനൂർ പൂക്കോട് ചോല റോട്ടുമ്മൽ എലിയാപറമ്പ് എന്ന സ്ഥലത്താട്ടോ. നമ്മളെ എഞ്ചിനീയർ പറഞ്ഞ സൈഡ് മറച്ച സീറ്റാട്ടോ നിങ്ങൾ കാണുന്നത്. മൂപ്പര നമ്പറുമാണത്. ഈ സീറ്റ് കൊണ്ടാണ് സൈഡ് ഫുള്ള് കവർ ചെയ്ത്. ഇതുമ്മലായാലാണ് വെള്ളം നിൽക്കാതെ ശരിക്കും ഒലിച്ചു പോവുള്ളൂ. അതായത് മുകളിൽ വെക്കണതല്ലത്. മുകളിൽ വെക്കണ വെള്ളം ഒലിച്ചു പോകാൻ നല്ലൊരു ചാലുണ്ടാവും, ഇതിനകം ഉണ്ടാവില്ല. ഈ മോഡൽ സീറ്റ് കൊണ്ടാണ് ഫുള്ള് മറച്ചത്. ഏറ്റവും ക്വാളിറ്റി കൂടിയ സീറ്റാണ് കേട്ടോ സൈഡിന് ഇതിൽ കൊടുത്ത്. കാരണം ആലന്തലിയാവ് നിലക്കണ കാലത്തോളം ഈ ബിൽഡിങ് നിലക്കണം. അതിനനുസരിച്ചുള്ള സാധനം കൊടുത്തത്. ഇതാണ് സൈഡിൽ നമ്മൾ കൊടുത്ത്. ഇതിൻ്റെ സൈഡിൽ കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ ഉണ്ടാവുക.
സ്ലാബിൻ്റെ എൻഡിൽ 2 ഇഞ്ചിൻ്റെ പട്ടിക കൊടുത്താണ്ട് സ്ലാബുമ്മേൽ ഡ്രില്ല് ചെയ്തിട്ട് പിന്നെ ഇത് കൊടുത്തിക്കാണ്ടാണ് കേട്ടോ ഇത് ഫ്രെയിം പിടിപ്പിച്ച്. എന്നിട്ട് അതിന്മേന്നാണ് മുകൾക്ക് ഇതിൻ്റെ പട്ടികയായിട്ടുള്ള പോണത്. അങ്ങനെ അത് കാണാണ്ടാകുക. പക്ഷെ ഇതുകൊണ്ട് കൂടുതൽ സേഫ്റ്റിയാണ്. കാരണം ടൈൽസ് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ പണി എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ഹൈറ്റിൽ പിന്നെ ടൈൽസ് പൊന്തിക്കേണ്ടി വരും. ടൈൽസിൻ്റെ എംസാനും സിമെൻറ്റൊക്കെ ആയിട്ട് ഇതിന് ദ്രവിച്ച് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം. ടൈൽസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിൽ നല്ലൊരു എയർ പോകാനുള്ളൊരു ഫാന് കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേക ഒരു എടുത്തു വരേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ അത് ഉണ്ടാകുക ആകെ. ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറഞ്ചം പറഞ്ചം കമ്പികൾ കൊടുത്തിട്ടൊക്കെ, കാരണം അവർക്ക് നിൽക്കാൻ പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമൊക്കെ ഇതിലുണ്ട്. ഇതാണ്ട് ഞങ്ങൾ കമ്പി കൊടുത്ത് സ്ലാബിൻ്റെ എൻ്റെ കൂടെ ഇതേപോലെ കൊടുത്തിട്ടാണ് ഇവർ പണിയെടുത്തത്. ഈ ഫില്ലർ അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. ഇവിടെ കൃത്രിമ ഫില്ലർ കൊടുത്തൊക്കെയാണ്. ഭയങ്കര സെറ്റപ്പ്. ഇത് 3ാമത്തെ നിലയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പിന്നെ ടൈൽസ് ഒന്നും ഒട്ടിച്ചിട്ടില്ല, കാരണം ഇത് ഇവർക്ക് ആവശ്യമില്ല ഈ നില, ഈ മുകളിലത്തെ ഈ സ്ഥലം. ഇതതിൻ്റെ സൈഡിൽ നിന്ന് കാണുന്ന വേറെ വ്യൂ ആട്ടോ. ഈ കോലത്തിലാണ് ബിൽഡിംഗ് ഉണ്ടായത്. പിന്നെ ഇതിനെ മുകളിൽ നിന്നൊരു ഭാഗം പൊടിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഭയങ്കര സാഹസികത നിറഞ്ഞൊരു പണിയാണിത്. കാരണം പൈപ്പുമ്മൽ തേപ്പുകാർക്കൊക്കെ കാരണം പരപ്പുള്ള തുമ്മലാണ് നിൽക്കുക. അവർ പൈപ്പുമ്മൽ നിന്നിട്ടാണ് ഈ പണി എടുക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ പരന്ന സാധനങ്ങളുടെ അവസ്ഥ ഒന്നും ആവശ്യം വന്നിട്ടില്ല. ഇങ്ങനെയാണ് ബിൽഡിങ്ങിൻ്റെ കോലം. നിങ്ങൾ എന്തൊരു സെറ്റപ്പാണ് അത്. ഈ റോഡ് സൈഡിലൊക്കെ കാണുന്ന അധിക ബിൽഡിങ്ങും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടാകുക. നമുക്കിവിടെ അതൊരു ബുർജ് ഖലീഫയാണ് നമ്മളെ നാട്ടിൽ. കാരണം അതിനുമാത്രം ആൾക്കാരത് കാണാൻ വന്ന് പോകണം ഇവിടെ. നമ്മൾ വെയിൽ എന്ന് വെറുതെ പറഞ്ഞാൽ കേട്ടോ, അതിൻ്റെ മുകളിലേക്കാണ് കയറി നിന്ന് കഴിഞ്ഞാൽ ചൂട് പറഞ്ഞാൽ ആ ചൂട് ഇറങ്ങണ വരെ കൊള്ളേണ്ടി വരും വെയിൽ. പിന്നെ ഇറങ്ങി കയറി പറഞ്ഞാൽ അത്ര വലിയ എളുപ്പമുള്ള പണിയല്ല. പിന്നെ ആ സാധനം ചൂടായി കഴിഞ്ഞാൽ കൈ കൊണ്ട് തൊടാൻ പറ്റുമറിയില്ല. അതായത് ചൂടാവും ആ സീറ്റ്. അങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഇതിലുണ്ട്. നമ്മളറിയാത്ത കുറേ പണിക്കാരെ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ. ഇതിൻ്റെ മുൻഭാഗം സീറ്റ് പൊടിപ്പിക്കണ കാഴ്ച ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത്. ഇത്ര ഹൈറ്റിൽ നിന്നിട്ട് ചൂട് സഹിച്ചിട്ട് ഇവർ പൊടിപ്പിക്കണ കാഴ്ച ഇപ്പം നിങ്ങൾ കാണുന്നു കേട്ടോ. 3 ആൾ, ഒരാൾ അടിയിലുണ്ട് വെള്ളം എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടി. ഒരു സീറ്റ് ഇപ്പോൾ അവിടെ പൊടിപ്പിച്ചിട്ടോ. ഇനിയുള്ള സീറ്റുകൾ പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിച്ചു കയറ്റുന്ന കാഴ്ച ഇപ്പം നിങ്ങൾ കാണുന്നത്. ഈ കോലത്തിലാണ് ഇതിൻ്റെ സാധനങ്ങൾ ഫുള്ള് വരെ കയറ്റിയത്. കപ്പിയും കയറുമ്പലും ഇട്ടിട്ട് വലിച്ച് കയറ്റിയ കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ തന്നെയാണ് സാധനങ്ങൾ ഫുള്ള് കയറ്റിയിട്ടുണ്ടാവുക. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മളെ ബിൽഡിങ്ങിൻ്റെ ഓരോരോ പണി തീർന്നുകൊണ്ട് കേട്ടോ. അങ്ങനെ 2 ലെയർ ഷീറ്റ് കൊടുക്കി കഴിഞ്ഞതിന് ശേഷം അതിന് സൈഡിലൊരു ചോപ്പ് ഫ്രെയിം കൊടുത്തേക്കാണ്. അത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ബിൽഡിങ്ങിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി. അതായത് ഇനി ഇവിടുന്ന് നോക്കി കഴിഞ്ഞാലും പ്രത്യേക ഒരു വൈബേക്കാരം അതിന് കാണാൻ. അല്ലെങ്കിൽ ഇതൊന്നായിട്ടൊരു ആല പോലെ ഉണ്ടാവും നമ്മളെ ഭാഷ പറയാന്നുണ്ടെങ്കിൽ. പക്ഷെ ഇപ്പം ഉണ്ടല്ലോ അതിന് കുറച്ചും കൂടി ഒക്കെ അതിന്മേൽ മിനുക്ക് പണികളൊക്കെ വരാണ്ട് ആ ചുവപ്പ് അടിയിൽ വരെ വരും. വന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ ഫുള്ള് ബിൽഡിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി ഇതിന് മുൻഭാഗത്തൊക്കെ ഒരു ലെവൽ ഇതിന് കിട്ടുക. അപ്പോൾ കാണാൻ നല്ല മട്ടുണ്ടാവും. സീറ്റ് കൊണ്ട് ഫുള്ള് കവർ ചെയ്തതിന് ശേഷം മുൻഭാഗത്തിൻ്റെ ഉൾഭാഗമായിട്ട് നിങ്ങൾ കാണുന്നത്. ഇവിടെയൊക്കെ ഞാൻ മറക്കാനുള്ളതാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ കള്ളന്മാർ കയറുമ്പോൾ ലിഫ്റ്റിൻ്റെ ഒരു ഒഴിവല്ലാത്ത എല്ലാ സ്ഥലവും ഇവിടെ മറക്കാണ്. അതിന് ചാനലടിച്ചിട്ട് റെയിലടിച്ചിട്ട് ഫുള്ള് കവർ ചെയ്യാനുള്ളതാണ്. അത് മറച്ചതിന് ശേഷം ആണ് ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാവുള്ളൂ.
ഇതാണ് ഈ ബിൽഡിങ്ങിൻ്റെ പൂർണ്ണമായ രൂപം കേട്ടോ. ഇങ്ങനെ ഉണ്ടാവുക. ഇതുമ്മേൽ ഇനി നെയിം ബോർഡ് വെക്കാൻ, അതേപോലെ കുറച്ച് ലൈറ്റ് കാര്യങ്ങൾ ഒക്കെ കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്കും ചെയ്യുക.